الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. له معقبات من بين يديه ومن خلفه يحفظونه من أمر الله. إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال. അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ അടിയാത്തികളെ അവൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ള മുഅ്മിനായി മുഅ്മിനത്തായി ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവനും ജീവിതവും സദാസമയവും ദുരന്തങ്ങളാലും അപകടങ്ങളാലും ചുറ്റപ്പെട്ടതാണ്. നമ്മൾ കാണുന്നതും കാണാത്തതും അറിയുന്നതും അറിയാത്തതുമായ പല അപകടങ്ങളും നാം നടക്കുന്ന വഴികളിലും നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിലുമെല്ലാം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ആ അപകടങ്ങളുടെ തീവ്രതയും ആഴവും അതിൻ്റെ ആഘാതവുമെല്ലാം നാം തിരിച്ചറിയുക നമുക്കത് സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ അശ്രദ്ധകളാണ് പലപ്പോഴും വലിയ ദുരന്തങ്ങളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ഒരു അഹങ്കാരം അല്ലെങ്കിൽ പിടിവാശിയാണ് ജീവിതത്തിൽ പലപ്പോഴും വലിയ ദുരന്തങ്ങളായി മാറുന്നത്. ഉദാഹരണത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുക എന്നത് നിയമപരമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളത് ധരിക്കാതെ വണ്ടിയെടുത്ത് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആക്സിഡൻ്റ് ആവും, നമ്മൾ മരണപ്പെടും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ തലച്ചോറിന് ആഘാതം സംഭവിച്ച് നമ്മൾ കിടക്കേണ്ട അവസ്ഥ വരും. ഇവിടെ വളരെ ചെറിയൊരു കാര്യമാണ് ചെയ്യാനുള്ളത്. എന്താണ്, ഒരു 2-3 സെക്കൻഡ് പോലും വേണ്ടതിന് ആ ഹെൽമെറ്റ് എടുത്തൊന്ന് തലയിൽ വെക്കാറുണ്ട്. പക്ഷെ ഇവിടെ 2
ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഹെൽമെറ്റ് ഇടാതെ നമ്മളെ അപകടത്തിലേക്കാക്കാൻ ശ്രമിക്കുന്ന പിശാചുക്കളും. രണ്ട്, നമ്മുടെ കൂടെ സദാ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നൊരു മലക്ക്, എല്ലാ നന്മയെയും കൊണ്ട് നമ്മെ ഉപദേശിക്കുന്ന ഒരു മലക്ക്, ആ മലക്കും രണ്ടും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഹെൽമറ്റ് എടുത്തിടുക എന്ന ആ മലക്കിൻ്റെ വാക്ക് നമുക്ക് കേൾക്കാൻ കഴിയണമെങ്കിൽ, അനുസരിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹിൻ്റെ തൗഫീഖ് നമുക്ക് ഉണ്ടായേ തീരുള്ളൂ. ആ ചെറിയൊരു സംഗതിയിൽ ഒരു പക്ഷേ നമ്മുടെ ജീവനും ജീവിതവും രക്ഷപ്പെട്ടേക്കും. അതുപോലെ തന്നെ വളരെ ചെറിയ ചെറിയ തർക്കങ്ങൾ അവസാനം വളരെ വലുതായി കത്തിക്കുത്തിലും കൊലപാതകത്തിലും കലാശിച്ച പല സംഭവങ്ങളും നമുക്ക് അറിയാൻ കഴിയും. ഇവിടെ ആ കൊലപാതകങ്ങളും ദുരന്തങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വേണ്ടിവരെ ഒരു മൗനമായിരിക്കും, കേവലം ഒരു 10 സെക്കൻഡ് മൗനമായിരിക്കും അതിന് വേണ്ടി വരിക, ഒരു ക്ഷമയായിരിക്കും വേണ്ടി വരിക. ആ ക്ഷമ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഒരു ജീവൻ അപഹരിക്കപ്പെട്ടിട്ടുണ്ടാവും. ആ സമയത്ത് മൗനം പാലിക്കാനുള്ള നമ്മുടെ മനസ്സിന്റെ തേട്ടം അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ആ ഒരു തൗഫീഖ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹു ഇടപെടുക തന്നെ വേണം. അള്ളാഹുവിന്റെ ഭാഗത്തൊരു തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ ആ മൗനം പാലിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. പല ബന്ധങ്ങളും കാലാകാലത്തേക്ക് തകർന്നു പോകുന്നത് കേവലം ചില വാക്കുകൊണ്ട് മാത്രമാണ്. ആ വാക്കുകൾ പറയാതിരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹിന്റെ തൗഫീഖ് വേണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് അത് വേണ്ടിയില്ലായിരുന്നു, പടച്ചോനെ ഏത് സമയത്താണ് എനിക്കത് ചെയ്യാൻ തോന്നിയത്, ഏത് സമയത്താണ് എനിക്കത് പറയാൻ തോന്നിയതെന്ന് മരണം വരെ വിലപിക്കുന്ന ഒരുപാട് സംഗതികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്, സംരക്ഷണം ആവശ്യമാണ്. അതിനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്കാർ സ്വബാഹ് വൽ മസാ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ഒരു ദിവസം പോലും വിടാതെ കൃത്യമായി പാലിക്കേണ്ട, കൃത്യമായി നാം നമ്മുടെ ജീവിതത്തിൽ ഒരു വ്രതമായി കൊണ്ട് നടക്കേണ്ട അദ്കാറുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ചയുടെ മുന്നത്തെ ആഴ്ച നമ്മൾ ഈ അദ്കാറുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറയുകയും ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച അദ്കാർ എന്ന വിഷയം നമ്മൾ വിവരിച്ച് സംസാരിക്കുകയും അതിൻ്റെ അദ്കാറിന്റെ ഒരു പുസ്തകം അല്ലെങ്കിൽ പേപ്പർ നിങ്ങളുടെ കയ്യിൽ തരുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വിഷയം നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു 100 ഇതുപോലുള്ള പുസ്തകം 100 എണ്ണം പുറത്തുണ്ട്. പക്ഷെ ഇത് വായിക്കുന്ന ആൾ ഇതൊരു അമാനത്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്കിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വാങ്ങിക്കണം. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിക്കണം. പക്ഷെ വാങ്ങിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതൊരു അമാനത്താണ്, അമാനത്തെ തെറ്റിക്കാൻ പാടില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ പതിവാക്കാൻ പറഞ്ഞ പ്രാർത്ഥനകൾ എന്തൊക്കെയാണ്? ഒന്നാമത്, രാവിലെയും വൈകുന്നേരവും ആയത്തുൽ കുർസി കൃത്യമായി നമ്മൾ പാരായണം ചെയ്യണം. ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്ന അതിന്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കിക്കൊണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലാണ് ആയത്തുൽ കുർസി എന്ന വലിയ സമ്മാനം നമുക്ക് തന്നിട്ടുള്ളത്. ആ ആയത്ത് എങ്ങനെയാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അല്ലാതെ ആരാധനയില്ല, അവൻ എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. ലാ തഖുദുഹു സിനതുൻ വലാ നൗം. അവന് ഉറക്കമോ മയക്കമോ ഒരിക്കലും തന്നെ പിടികൂടുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേത് മാത്രമാകുന്നു. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അവന്റെ അനുവാദം കൂടാതെ അവനോട് ശുപാർശ ചെയ്യാൻ ആരാണുള്ളത്? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. നിങ്ങളുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും രഹസ്യമായതും പരസ്യമായതും അവൻ ഒരുപോലെ അറിയുന്നവനാണ്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവന്റെ അറിവിന്റെ സമുദ്രത്തിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ ഒന്നും തന്നെ നിങ്ങൾക്കറിയാൻ സാധിക്കുന്നതല്ല. അവന്റെ പാദങ്ങൾ വെക്കുന്ന അവന്റെ പീഠമാകട്ടെ, അവന്റെ കാലുകൾ വെക്കുന്ന പീഠമാകട്ടെ, അത് ആകാശഭൂമികളെക്കാൾ വിസ്തൃതമാണ്. ആ പീഠമാകട്ടെ, അവന്റെ അർശാകട്ടെ, ആകാശമാകട്ടെ, ഭൂമിയാകട്ടെ, അതിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമേ അല്ല. അവൻ എല്ലാം അറിയുന്നവനും മഹോന്നതനുമാകുന്നതാണ്. ആയത്തുൽ കുർസി സവിശേഷമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന മഹോന്നതനായ റബ്ബിന്റെ അനന്യമായ കുദറത്തുകൾ
കുറിച്ച് പറയുന്ന ആയത്തുൽ കുർസി ഇത് ജീവിതത്തിൽ പാരായണം ചെയ്താൽ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സക്കാത്തിന്റെ മുതൽ കാത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ സക്കാത്തിന്റെ മുതൽ അബൂ ഹുറൈറയെ കാവൽ നിർത്തിയപ്പോൾ 3 തവണ മനുഷ്യരൂപത്തിൽ ഇബ്ലീസ് വന്നിട്ടുണ്ട്. 3ാമത്തെ ദിവസം ഇബ്ലീസ് തന്നെ അബൂ ഹുറൈറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ പിശാചിനെ നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. പിറ്റേന്ന് പ്രവാചകന്റെ സന്നിധിയിൽ വന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംഭവം വിവരിച്ചപ്പോൾ റസൂൽ ചോദിക്കുകയാണ്, അബൂ ഹുറൈറ ആരാണ് നിന്റെ അടുത്ത് വന്നതെന്ന് നിനക്കറിയുമോ? അബൂ ഹുറൈറ പറഞ്ഞു, ഇല്ല റസൂലേ, അങ്ങേക്കും അല്ലാഹു എന്ന് പറയാം. അപ്പൊ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റാരുമല്ല ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, സർവ്വ മലക്കുകളുടെയും റബ്ബിന്റെയും മനുഷ്യരാശിയുടെയും ശാപത്തിന് മാത്രമായ ഇബ്ലീസ് തന്നെയാണ് നിന്റെ അടുത്ത് വന്നത്. പക്ഷേ അവൻ പറഞ്ഞത് നേരാണ്, സത്യമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട നിത്യമാക്കേണ്ട പ്രാർത്ഥനകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് സൂറത്തുൽ ഇഖ്ലാസ് ആണ് 3 തവണ, രണ്ടാമത്തത് സൂറത്തുൽ ഫലഖ് ആണ് 100 തവണ, മൂന്നാമത്തത് സൂറത്തുൻ നാസ് ആണ് 3 തവണ. ഖുൽ ഹുവല്ലാഹു അഹദ് പറയുക, അല്ലാഹു ഏകനാകുന്നു, അല്ലാഹു സമദ്, അല്ലാഹു നിരാശകനാകുന്നു, ലം യലിദ് വലം യൂലദ്, അവൻ ആരെയും ജനിപ്പിച്ചിട്ടുമില്ല ജനിച്ചിട്ടുമില്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സമാനമായ ഒന്നും തന്നെ ഈ ലോകത്തില്ല. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ രക്ഷിതാവിനോട് ഞാനിതാ രക്ഷ തേടുകയാണ്. എന്തിൽ നിന്നൊക്കെ? മിൻ ശർരി മാ ഖലഖ്, അവൻ എന്തൊക്കെ പടച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ രക്ഷ തേടുകയാണ്. പടച്ചവന്റെ സൃഷ്ടിപ്പ് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് കേൾക്കാത്ത ശബ്ദങ്ങൾ ഇവിടെയുണ്ട്, നമുക്ക് കാണാൻ കഴിയാത്ത കാഴ്ചകൾ ഇവിടെയുണ്ട്, നമുക്ക് തൊട്ടറിയാൻ കഴിയാത്ത അനുഭവങ്ങൾ ഇവിടെയുണ്ട്. ആ റബ്ബിന്റെ സൃഷ്ടിപ്പിൽ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാ തരത്തിലുള്ള ശർറിൽ നിന്നും ഞാനിതാ എന്റെ റബ്ബിനോട് കാവലിനെ ചേരുകയാണ്. രാത്രി ഇരുന്ന് മൂടുമ്പോ ആ രാത്രിയുടെ മറവിൽ വരാനുള്ള എല്ലാ പരാതികളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും എല്ലാ ഇടങ്ങളെ തൊട്ടും അല്ലാഹു ഞാനിതാ നിന്നോട് കാവലിനെ ചേരുകയാണ്. ഇരുട്ടിന്റെ മറവിൽ പല ഭയാനകതകളും നടക്കാം, ഇരുട്ടിന്റെ മറവിൽ പല ഇടങ്ങളും ഉണ്ടാകാം. സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നടത്തുന്നത് ഇരുട്ടിന്റെ മറവിലാണ്. അതുകൊണ്ട് ആ രാത്രി മൂടുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന മനുഷ്യരിലും ജില്ലിലും പെട്ട എല്ലാ തരത്തിലുള്ള ശർറുകളിൽ നിന്നും റബ്ബേ ഞാനിതാ നിന്നോട് കാവലിനെ ചേരുന്നു. കെട്ടുകളിൽ ഊടുന്ന ആവിചാരക്രിയകൾ നടത്തുന്നവരിൽ നിന്ന് ഞാനിതാ റബ്ബേ നിന്നോട് രക്ഷ തേടുന്നു. അസൂയപ്പെടുമ്പോൾ അവന്റെ അസൂയ കൊണ്ടുണ്ടാകുന്ന എല്ലാ ഉപദ്രവത്തിൽ നിന്നും റബ്ബേ ഞാനിതാ നിന്നോട് രക്ഷ തേടുകയാണ്. അതുപോലെ തന്നെ സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാനിതാ ശരണം തേടുന്നു. മലിക്കിൻ നാസ്, ജനങ്ങളുടെ രാജാവിനോട്, ഇലാഹിൻ നാസ്, ജനങ്ങളുടെ ആരാധനോട് എന്നിൽ നിന്നാണ് ഞാൻ രക്ഷ തേടുന്നത്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ജനങ്ങളിൽ ദുർബന്ധം നടത്തുകയും ഒഴിഞ്ഞു മാറുകയും ഒഴിക്കുകയും ചെയ്യുന്നവരിൽ നിന്ന്, ജനങ്ങളുടെ ഹൃദയത്തിൽ അനാവശ്യമായ ചിന്തകൾ ഉണ്ടാക്കുന്ന, അനാവശ്യമായ വിശ്വാസങ്ങൾ ഉണ്ടാക്കുന്ന മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യരെയും ജിന്നുകളെയും പെട്ട എല്ലാ ഉപദ്രവകാരികളിൽ നിന്നും വിശ്വാസം ഉണ്ടാക്കുന്നവരിൽ നിന്നും അല്ലാഹുവേ ഞാനിതാ രക്ഷ തേടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ 3 സൂറത്തുകളും 3 തവണ നിങ്ങൾ പാരായണം ചെയ്താൽ എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടുന്നതാണ്, സമാധാനം കിട്ടുന്നതാണ്. അവിടെ നമ്മോട് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്നു, പറയണം അല്ലാഹുമ്മ ബിക അസ്ബഹ്നാ, അല്ലാഹുവേ നിന്നാൽ ഞങ്ങൾ ഇതാ പ്രഭാതമായിരിക്കുകയാണ്. വബിക അംസൈനാ, നിന്നാൽ ഞങ്ങൾ ഇതാ പ്രദോഷവുമായി കൊണ്ടിരിക്കുന്നു. വബിക നഹ്യാ, ഞങ്ങൾ ജീവിക്കുന്നത് നിന്നെ കൊണ്ട് മാത്രമാണ് റബ്ബേ. വബിക നമൂത്, ഞങ്ങളെ മരിപ്പിക്കുന്നതും നീ മാത്രമാണ് നാഥ. വഇലൈക നുശൂർ, ഞങ്ങൾ നാളെ ഉയർത്തെഴുന്നേറ്റ് വരുന്നതും നിന്നിലേക്ക് മാത്രമാണ് റബ്ബേ. അവിടുന്ന് വീണ്ടും ഒരു അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്നു, അസ്ബഹ്നാ, ഞങ്ങൾക്ക് പ്രഭാതമായിരിക്കുന്നു. പറയാൻ പഠിപ്പിച്ചതാണ് അസ്ബഹ്നാ
എപ്പോഴാണ് പറയേണ്ടത്? സൂര്യൻ ഉദിക്കുന്നതിന്റെ മുന്നെയാണ്. അസ്ബഹ്ന, ഞങ്ങൾക്ക് പ്രഭാതമായിരിക്കുന്നു. എല്ലാ രാജാധികാരവും അല്ലാഹുവിന് മാത്രമായിരിക്കുന്നു. വൽഹംദുലില്ലാഹ്, സർവ്വസ്തുതികളും അല്ലാഹുവിന് മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയില്ല. വഹ്ദഹു ലാ ശരീക ലഹു, അവൻ ഏകനാകുന്നു, അവനൊരു തരത്തിലുള്ള പങ്കുകാരനില്ല. ലഹുൽ മുൽക്ക്, അവന് മാത്രമാണ് രാജാധികാരം. വലഹുൽ ഹംദ്, അവന് തന്നെയാണ് സർവ്വസ്തുതിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിലും ഉപാധികളില്ലാതെ കഴിവുള്ളവനാണ്. എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. റബ്ബി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഖൈറ മാ ഫീ ഹാദൽ യൗം വഖൈറ മാ ബഅദഹാ, ഈ ദിവസത്തിലുള്ള എല്ലാ നന്മകളെയും ഞാൻ ഇതാ റബ്ബേ നിന്നോട് ചോദിക്കുകയാണ്. വഖൈറ മാ ബഅദഹു, അതിന് ശേഷമുള്ള എല്ലാ നന്മകളും. വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗം, റബ്ബേ ഈ ദിവസത്തിലുള്ള എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും എല്ലാ ശർറുകളിൽ നിന്നും ഞാനിതാ നിന്നോട് ശരണം തേടുന്നു. ശർരി മാ ബഅദഹു, അതിന് ശേഷമുള്ള എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും. എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ പ്രാർത്ഥന. എന്താണത്? റബ്ബി അഊദു ബിക മിനൽ കസൽ, അല്ലാഹുവേ മടിയിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ. അല്ലാഹുവേ അലസതയിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ. നമ്മുടെ ദുനിയാവിനെയും നമ്മുടെ ആഖിറത്തിനെയും നശിപ്പിച്ച് കളയാൻ മാത്രം പൊട്ടൻഷ്യലുള്ള വലിയ അപകടമാണ്, വലിയ രോഗമാണ് മടി എന്ന് പറയുന്നത്. റബ്ബേ ഞാനിതാ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്, മടിയിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ നാഥ. അതുപോലെ തന്നെ മോശമായ വാർദ്ധക്യത്തിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണേ നാഥ. എന്താണ് മോശമായ വാർദ്ധക്യം? മക്കൾക്ക് വേണ്ടാത്ത, പേരമക്കൾക്ക് വേണ്ടാത്ത, പള്ളിക്കാർക്ക് വേണ്ടാത്ത, നാട്ടുകാർക്ക് വേണ്ടാത്ത, സ്വന്തം ഭാര്യ പോലും എടുത്തു പോകുന്ന, പിച്ചും പെയ്യും പറയുന്ന, ഓർമ്മയില്ലാത്ത കഥയില്ലാത്ത, സ്വന്തം മക്കളുടെ പേര് പോലും മറന്നു പോകുന്ന, അല്ലാഹുവിന്റെ പേരുകൾ പോലും മറന്നു പോകുന്ന, ഫാത്തിഹ പോലും ഓതാൻ കഴിയാത്ത, അർദ്ധലിൽ മുറിലേക്ക് മടക്കപ്പെടുന്നതാണ്. വല്ലാത്തൊരു ജന്മമായി ലോകത്ത് കഴിയുന്നതാണ് സൂഖിൽ കിബർ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു വാർദ്ധക്യത്തിൽ നിന്ന് റബ്ബേ സ്വന്തം പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ കിടക്കമേൽ കിടന്നുകൊണ്ട് കാട്ടിക്കുകയും മുദ്രിക്കുകയും ചെയ്യണം. സമുദായത്തിനും കുടുംബത്തിനും ഭാരമായി മാറുന്ന മോശമായ വാർദ്ധക്യത്തിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണേ നാഥ. റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും ഖബറിന്റെ ശിക്ഷയിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണേ നാഥ. എല്ലാ പ്രവാദങ്ങളിലും അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥന പതിവാക്കിയതായി നമുക്ക് കാണാം. സഹീഹായി സ്ഥിരപ്പെട്ടു വന്നതാണ്. ഇതിലുള്ള പ്രാർത്ഥനകളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കും. വാർദ്ധക്യത്തെക്കുറിച്ച്, മടിയെക്കുറിച്ച്, രണ്ടും നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചതെന്ന് വല്ലാത്ത സംഗതിയാണ്. മോശമായ വാർദ്ധക്യം അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ നമ്മൾ ദുആ ചെയ്യേണ്ടത്? മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള വഖത്ത് വരെ 2 കാല് നിസ്കരിച്ചിട്ട് നെറ്റി നിലത്ത് കുത്തി സുജൂദ് ചെയ്യാൻ എനിക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം. ആ ദുആയാണ് ഇത് റസൂൽ പഠിപ്പിച്ചത്. ദുആ ഉഖറവിയായ പരിഹാരങ്ങൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, ദുനിയവിയായ പരിഹാരങ്ങൾ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത പ്രാർത്ഥന ഏതാണെന്നറിയാം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ദുആ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥന അടിയുറച്ച വിശ്വാസത്തോടെ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, പ്രദോഷമാകുന്നതിന്റെ മുന്നേ അവൻ ഈമാൻ കിട്ടാതെ മരിക്കുകയില്ല, അവൻ ഷഹാദത്ത് കിട്ടാതെ മരിക്കുകയില്ല, അവൻ സ്വർഗവാസിയാണ്. ഈ പ്രാർത്ഥന ആരെങ്കിലും വൈകുന്നേരം ചൊല്ലിക്കഴിഞ്ഞാൽ, പ്രഭാതമാകുന്നതിന് അവൻ മരിക്കുകയാണെങ്കിൽ അവൻ ഈമാൻ കിട്ടാതെ മരിക്കുകയില്ല, അവൻ സ്വർഗവാസിയായിരിക്കും. ആ പ്രാർത്ഥന ഏതാണ് പ്രിയപ്പെട്ടവരെ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ് ആ പ്രാർത്ഥനയ്ക്ക് പറയുക. എല്ലാവരും പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഏതാണ്? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ്. ഒരു പ്രഖ്യാപനമാണ്. അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ്. ഖലഖ്തനീ, നീയാണ് എന്നെ പടച്ചത് റബ്ബേ. വഅന അബ്ദുക, ഞാൻ നിന്റെ ഒരു അടിമ മാത്രമാണ്. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅത്, ഞാൻ നിന്നോടുള്ള കരാറിലും വാഗ്ദാനത്തിലും എന്റെ കഴിവിന്റെ പരമാവധി ചലിച്ചുകൊണ്ടിരിക്കുന്നു. അഊദു ബിക മിൻ ശർരി മാ സനഅതു, അല്ലാഹുവേ എന്റെ സ്വന്തം കൊണ്ട് ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളിലെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞാനിതാ നിന്നോട് ശരണം തേടുകയാണ്. നിന്നെ നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ ഞാനിതാ അംഗീകരിക്കുകയാണ്.
എന്റെ പാപങ്ങളും ഞാൻ ഇതാ റബ്ബേ അംഗീകരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണേ. നിശ്ചയം പാപം ഓർക്കുന്നവൻ നീ അല്ലാതെ മറ്റാരുമല്ല. ഇത് അല്ലാഹു എന്റെ പാപം ഞാൻ സമ്മതിച്ചു തരാണ്, ഞാൻ പാപിയാണ്, അതോടൊപ്പം എനിക്ക് നീ ചെയ്തു തന്ന നിഅമത്തുകൾ റബ്ബേ ഞാനിത് സമ്മതിച്ചു തരാണ്, ഞാനിതാ നിരുപാധികം നിന്റെ നിഅമത്തും നിന്റെ പാപവും സമ്മതിക്കുന്നു, എനിക്ക് പുറത്തു തരണേ. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. ഇതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ വെറുതല്ല, ഇത് ആത്മാർത്ഥമായി ചൊല്ലുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിലെന്താണ്, ഞാൻ പാപിയാണ്, എന്റെ റബ്ബിന്റെ കാരണമില്ലെങ്കിൽ ഞാൻ നശിച്ചു എന്ന ബോധത്തോടെയാണ് ചെല്ലുന്നത്. അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ അവൻ മരിച്ചുപോയാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൈകുന്നേരം ചെല്ലി രാവിലെ അവൻ മരിച്ചുപോയാൽ അവൻ സ്വർഗത്തിലാണ്. അല്ലാഹു ഈ അദ്കാർ, ഈ ഒരു ദുആ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാതെ മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പോലും ഒഴിവാക്കാത്ത കർക്കശമായി പാലിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് اللهم إني أسألك العفو والعافية في الدنيا والآخرة. അല്ലാഹുവേ ഞാനിതാ നിന്നോട് ചോദിക്കുകയാണ്. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വിട്ടുവീഴ്ചയാണ്, രണ്ട് സൗഖ്യമാണ്. ഒന്ന് വിട്ടുവീഴ്ചയാണ്, രണ്ട് സൗഖ്യമാണ്. എന്തിലൊക്കെ? ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, ഞാൻ വീണ്ടും ആ രണ്ട് കാര്യം ചോദിക്കുകയാണ് റബ്ബേ. വീണ്ടും രണ്ട് കാര്യത്തിൽ, ഫീ ദീനി, എന്റെ മതപരമായ കാര്യത്തിൽ, എന്റെ മതനിഷ്ഠയിൽ, എന്റെ മതകാര്യത്തിൽ, വദുനിയായി, എന്റെ ദുനിയാവിന്റെ വിഷയത്തിലും, വഅഹ്ലി, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിലും. എന്റെ കുടുംബത്തിൽ എനിക്ക് സൗഖ്യം നൽകണമേ. എന്താണ് കുടുംബത്തിൽ സൗഖ്യം നൽകണമെന്ന് പറഞ്ഞാൽ? എന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് എനിക്ക് ഇഷ്ടമില്ലാത്തത് കേൾക്കാൻ ഇടവരുത്തല്ല റബ്ബേ. എന്റെ മക്കളുടെ ഭാഗത്ത് നിന്ന് ഞാൻ ആഗ്രഹിക്കാത്തത് കേൾക്കാൻ ഇടവരുത്തല്ല നാഥ. കൺകുളിർമയും സൗഖ്യവും മാത്രം എന്റെ കുടുംബത്തിൽ നൽകണേ. എന്റെ മകളോ മകനോ നാളെ ലഹരിക്കടിമപ്പെട്ടു എന്ന വാർത്ത എന്റെ ചെവി കൊണ്ട് കേൾക്കല്ല റബ്ബേ. എന്റെ ഭാര്യയ്ക്ക് മറ്റൊരുത്തനുമായി ബന്ധമുണ്ടെന്ന വാർത്ത എന്റെ ചെവി കൊണ്ട് കേൾപ്പിക്കല്ല റബ്ബേ. അനാവശ്യമായി എന്റെ കുടുംബത്തിൽ എന്റെ കണ്ണുകൊണ്ട് കാണിക്കല്ല നാഥ. വഅഹ്ലി വമാലി, എന്റെ ധനത്തിലും എനിക്ക് സൗഖ്യവും വിട്ടുവീഴ്ചയും നൽകണമേ. അനാവശ്യമായ രീതിയിൽ എന്റെ ധനം ചെലവായി പോകുന്നത്, അതുപോലെ ഹറാമായ രീതിയിൽ എന്നിലേക്ക് വരുമാനം വരുന്നത് റബ്ബേ എന്നെ കാത്തുരക്ഷിക്കണേ നാഥ. എന്നിട്ടുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. അല്ലാഹുവേ അസ്തുറ ഔറാത്തി, എന്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണേ നാഥ. എന്റെ മുന്നിലിരിക്കുന്ന ഞാൻ അടക്കമുള്ള എല്ലാ മനുഷ്യർക്കും ന്യൂനതകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ന്യൂനതകളില്ലാത്ത ആരും നമ്മളെന്നല്ല ലോകത്താരും തന്നെയില്ല. ആ ന്യൂനതകൾ റബ്ബേ മാലോകത്തിൽ നിന്ന് നീ മറച്ചു വെക്കണേ നാഥ. ആരോടും അറിയാത്ത ഒരുപാട് ഭയപ്പാടുകളുടെ ഉള്ളിലുണ്ട് റബ്ബേ. എനിക്ക് ഒരുപാട് വിഫലതകളുണ്ട് നാഥ. എന്റെ ഭയപ്പാടുകളിൽ നിന്ന് എനിക്ക് നീ നിർഭയത്വം നൽകണേ നാഥ. എന്നിട്ടുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഹ്ഫദ്നി, അല്ലാഹുവേ നീ എന്നെ കാത്തുരക്ഷിക്കണേ. മിൻ ബൈനി യദൈ, എന്റെ മുൻഭാഗത്ത് നിന്ന്, വമിൻ ഖൽഫി, എന്റെ പിൻഭാഗത്ത് നിന്ന്, വഅൻ യമീനി, എന്റെ വലതുഭാഗത്ത് നിന്ന്, വഅൻ ശിമാലി, എന്റെ ഇടതുഭാഗത്ത് നിന്ന്, വമിൻ ഫൗഖി, എന്റെ മുകൾ ഭാഗത്ത് നിന്ന്, വഅഊദു ബിഅദമതിക അൻ ഉഗ്താല മിൻ തഹ്തി, നിന്റെ കോപത്താൽ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നതിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണേ നാഥ. ഇനി എന്താണ് പ്രാർത്ഥിക്കാൻ ബാക്കിയുള്ളത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതൊക്കെ രംഗങ്ങളിൽ സംരക്ഷണം ആവശ്യമാണ്, ആ രംഗങ്ങളിലേക്കുള്ളതെല്ലാമുള്ള തേട്ടം ഈ പ്രാർത്ഥനയിലുണ്ട്, ദുആയിലുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ ഒരു സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്കൊരു രാവിലെയും ഉണ്ടാകരുത്, നിനക്കൊരു വൈകുന്നേരവും ഉണ്ടാകരുത്, നീ ഉറങ്ങരുത്. ഈ പ്രാർത്ഥന ചൊല്ലുന്നത് വരെ ഇതാണ് ആ പ്രാർത്ഥന. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച റബ്ബേ, ആലിമുൽ ഗൈബി വശഹാദ, രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്ന രക്ഷിതാവേ, റബ്ബ കുല്ലി ശൈഇൻ വമലീകഹു, എല്ലാത്തിന്റെയും രക്ഷിതാവും എല്ലാത്തിന്റെയും ഉടമസ്ഥനുമായ എന്റെ റബ്ബേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, ഷഹാദത്തിന്റെ പുതുക്കലാണ്, ഷഹാദത്ത് പുതുക്കുകയാണ്. റബ്ബേ നീയല്ലാതെ ആരാധനയില്ലെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുകയാണ്. അഊദു ബിക മിൻ ശർരി നഫ്സി,
എന്റെ സ്വന്തത്തിൽ നിന്ന് ഞാനിതാ നിന്നോട് കാവലിനെ തേടുന്നു. സുബ്ഹാനല്ലാഹ്, എന്റെ സ്വന്തത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാനിതാ നിന്നോട് കാവലിനെ തേടുന്നു. പിശാചിന്റെയും അവൻ ക്ഷണിക്കുന്ന ശിർക്കിന്റെ വഴികളിൽ നിന്നും ഞാനിതാ റബ്ബേ നിന്നോട് കാവലിനെ തേടുന്നു. എന്റെ സ്വന്തത്തിനോ എന്റെ മുസ്ലിം സഹോദരങ്ങൾക്കോ ഞാൻ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്നതിൽ നിന്ന് ഞാനിതാ റബ്ബേ നിന്നോട് കാവലിനെ തേടുകയാണ്. എന്റെ സ്വന്തം നഫ്സിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. സ്വന്തം നഫ്സിൽ നിന്ന് ശരണം തേടണം. അറിയോ നിങ്ങൾക്ക്, നമ്മുടെ ശരീരം, നമ്മൾ മരണപ്പെടാൻ സാധ്യതയുള്ള പല സംഗതികളും നമ്മുടെ ശരീരത്തിലുണ്ട്. നിങ്ങൾക്കറിയോ, നമ്മുടെ തൊണ്ടയിൽ ലാരിങ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു അവയവം. എന്താണ് ലാരിങ്സിലൂടെയാണ് ശ്വാസനാളവും അന്നനാളവും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്. രണ്ടും ഒരുമിക്കുന്നത്, ഓവർലാപ്പ് ചെയ്യുന്നത് ലാരിങ്സിലാണ്. ഇവിടെ നമ്മളൊരു ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്ന സമയം എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന അവയവം വന്ന് നമ്മുടെ ശ്വസനനാളത്തെ കൃത്യമായി അടച്ചിട്ടില്ല എങ്കിൽ അത് ശ്വാസനാളത്തിന് ഉള്ളിലേക്ക് പോവുകയും നമ്മൾ തൽക്ഷണം മരിക്കുകയും ചെയ്യും. ആ ചെറിയൊരു ഓരോ എത്രയാണ് നമ്മൾ ഓരോ ദിവസം തിന്നുന്നത് പ്രിയപ്പെട്ടത്? നമ്മൾ എത്ര തവണ നമ്മൾ ഇറക്കുന്നുണ്ട് നമുക്കെന്തെങ്കിലും കഥ ഉണ്ട്? എത്ര തവണ നമ്മൾ കുടിക്കുന്നുണ്ട് നമുക്കെന്തെങ്കിലും കഥ ഉണ്ട്? ഇല്ല. ആ സമയത്തെല്ലാം പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവാണ് സംരക്ഷിക്കുന്നത്, പടച്ചവനാണ് സംരക്ഷിക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ്. സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരുപാട് ആളുകൾ അതുമൂലമാണ് മരിക്കുന്നത്. എന്താ? തലച്ചോറ് നമ്മുടെ ലങ്സിന് കൃത്യമായ വിവരം, ശ്വസിക്കാനുള്ള കൃത്യമായ വിവരം കൊടുക്കുന്നതിൽ എന്തെങ്കിലും അപാകത വരുത്തിയാൽ പിന്നെ ശ്വസിക്കൂല. നമ്മളിങ്ങനെ ശ്വാസം കഴിക്കാതെ കിടക്കും, അതുപോലെ മരിക്കുകയും ചെയ്യും. അങ്ങനെ എത്രയോ അപകട സാധ്യതകൾ നമ്മുടെ സ്വന്തം ശരീരത്തിൽ. മാത്രമല്ല, മാനസിക രോഗം ബാധിച്ച് സ്വന്തം ശരീരത്തെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ എത്ര ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്? സ്വന്തം ശരീരത്തെ. ഇന്നലെ വരെ കുഴപ്പമില്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഫ്ലാറ്റിന്റെ മുകളിൽ താഴേക്ക് ചാടി മരിക്കുക, അല്ലെങ്കിൽ ശരീരത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് തീ കൊളുത്തി മരിക്കുക, അല്ലെങ്കിൽ അരികത്ത് കിടക്കുന്ന ഭാര്യയും മക്കളെയും മരണപ്പെടുത്തുക. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് മൂലിക വ്യത്യാസത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത സമസ്യയാണ്. ആ മനസ്സിന്റെ വ്യതിചലനങ്ങളിൽ നിന്നും ആ ശരീരത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും എന്നെയും എന്റെ ചുറ്റുമുള്ളവരെയും കാത്തുരക്ഷിക്കണേ നാഥാ എന്ന് പ്രാർത്ഥിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത് വെറും റസൂലിന്റെ വാക്കല്ല പ്രിയപ്പെട്ടവരെ, വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് കൊണ്ട് അതെല്ലാം കൃത്യമാണ്. അതിലൊരു പഴുത് നമുക്ക് കാണാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇനി പറയാൻ പോകുന്ന ദുആ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും പതിവാക്കുകയാണെങ്കിൽ ഒരു ദുരന്തവും ഒരു അപകടവും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഹദീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ദുരന്തം? അപ്പോൾ ഇതൊക്കെ ശരിയാണ്, മരിക്കൂലേ? മരിക്കും, തീർച്ചയായും മരിക്കും. അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അപകടങ്ങൾ സംഭവിച്ചാൽ തന്നെ അത് അവന് ഖൈറായ രീതിയിൽ മാത്രമായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതാണ് ദുആ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള യാതൊന്നും ഒരു ഉപദ്രവം അവന്റെ പേരിന്റെ കൂടെ, അവന്റെ നാമത്തിന്റെ ഒപ്പം ഒരു ഉപദ്രവം ഉണ്ടാകുകയില്ല. അത്തരത്തിലുള്ള റബ്ബിന്റെ നാമത്തിൽ ഞാനിതാ ആരംഭിക്കുന്നു. വഹുവസ് സമീഉൽ അലീം. അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അതുപോലെ തന്നെ റസൂൽ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന, യാ ഹയ്യു യാ ഖയ്യൂം, എന്നും ജീവിക്കുന്നവനെ എല്ലാം നിയന്ത്രിക്കുന്നവനെ, ബിറഹ്മതിക അസ്തഗീർ, നിന്റെ കാരുണ്യം കൊണ്ട് ഞാനിതാ നിന്നോട് സഹായം തേടുന്നു. അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, എന്റെ എല്ലാ കാര്യങ്ങളും നേരെയാക്കി തരണേ, നന്നാക്കി തരണേ. വലാ തഖിൽനി ഇലാ നഫ്സി തുർഫത ഐൻ, വല്ലാത്ത വാക്കാണ് വലാ തഖിൽനി ഇലാ നഫ്സി, എന്റെ സ്വന്തത്തെ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുത് റബ്ബേ. തുർഫത ഐൻ, എന്റെ കണ്ണിന് പൊട്ടുന്നതാണല്ലോ, എന്റെ സ്വന്തം കാര്യം നോക്കാൻ നീ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ നാഥാ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം വന്നാണ് റസൂലിന്റെ പ്രാർത്ഥന, അല്ലാഹുവേ ആഫിനി ഫീ ബദനി, എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, എന്റെ ചെവികൾക്ക് ആരോഗ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, എന്റെ കണ്ണുകൾക്ക് ആരോഗ്യം നൽകണേ നാഥാ. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധനയില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്ർ, ഞാൻ കുഫ്റിൽ നിന്ന് നിഷേധത്തിൽ നിന്നോട് കാവലിനെ തേടുന്നു.
വൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്നും റബ്ബേ ഞാനിതാ നിന്നോട് കാവൽ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിൽ നിന്ന് റബ്ബേ ഞാനിതാ നിന്നോട് കാവൽ തേടുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനയില്ല. അടുത്ത പ്രാർത്ഥന എന്താണ്? റദീതു ബില്ലാഹി റബ്ബ, അതൊരു പ്രഖ്യാപനമാണ്. റദീതു ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ ഞാനിതാ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ ദീനായും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യാ, മുഹമ്മദ് നബിയെ അല്ലാഹുവിന്റെ പ്രവാചകനായും ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനകൾ പ്രിയപ്പെട്ടവരെ ഇനിയും ഒരുപാട് ദുആകളുണ്ട് ഈ പുസ്തകത്തിൽ. ആ ദുആന്റെ എല്ലാം അർത്ഥസഹിതം ഉണ്ട്. നിങ്ങൾ ഈ പുസ്തകം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇതിൽ നിന്ന് പ്രാർത്ഥനകൾ പഠിക്കുകയും ചെയ്യുക. ആലോചിച്ചു പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, രണ്ട് കാര്യമാണ്. ഒന്ന് ദാരിദ്ര്യം, രണ്ട് കുഫർ. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ ദുരന്തമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകൾ അനുധാവനം ചെയ്യാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കൽ കൂടി പറയാണ്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്ന് 100% ഉറപ്പുള്ള ആളുകൾ മാത്രം ഈ പുസ്തകം എടുക്കുക. അതോടൊപ്പം ഈ പുസ്തകം എടുക്കാൻ ആരും മടിക്കാതിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ശരിക്ക് പറയേണ്ട വിഷയം ഹുബ്ബുർ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു മാസമാണ് റബീഉൽ അവ്വൽ. നമ്മൾ സാധാരണ സുന്നിപ്പള്ളികളിൽ, സമസ്തയുടെ പള്ളികളിൽ മിമ്പറിൽ നിന്ന് വായിക്കുന്ന ആ നബാത്തി കിതാബുകളിൽ ഈ മാസം മുഴുവൻ വഫാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി നബിയുടെ മരണത്തെക്കുറിച്ചുള്ള സംഭവങ്ങളാണ് പറയുക. ഏതായാലും ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയും, നിങ്ങൾ ഇത്രയും ദുആകൾ ഇവിടെ ഈ ദുആയിൽ നമുക്ക് വേണ്ടിയുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദുആയുണ്ട്, അതുപോലെ തന്നെ പാപമോചനത്തിന് വേണ്ടിയുള്ള ദുആയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരിടത്ത് പോലും യാ റസൂലേ എന്ന് കുറിച്ചിട്ടുള്ളൊരു ദുആ പോലും നിങ്ങൾ കേട്ടിട്ടില്ല. ഇല്ല, ഒരു ദുആ പോലും നിങ്ങൾ കേട്ടിട്ടില്ല. എല്ലാം എങ്ങനെയാണ്? അല്ലാഹുമ്മ 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 അല്ലാഹുമ്മ. അതാണ് ഇസ്ലാം, അതാണ് തൗഹീദ്. ഇനി നിങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ഭൂരിപക്ഷം പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കാൻ പോകുന്നത് എന്താണ്? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദാദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപമെന്ന വാഹനമിൽ അറ്റമില്ലാതെ ഞാൻ കയറി, ഞാനിതാ അങ്ങയോട് അന്യായം ബോധിപ്പിക്കുന്നു. സയ്യിദി ഖൈറൻ നബി, ഏറ്റവും നല്ല നബിയെ, എൻ്റെ നേതാവെ, ഞാനിതാ അങ്ങയോട് അന്യായം ബോധിപ്പിക്കുന്നു. ഇവിടെ പഠിപ്പിച്ച സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെതിരെ, ഇവിടെ പഠിപ്പിച്ച പ്രാർത്ഥനകൾക്കെതിരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ആദർശത്തിനെതിരെ ഇൻഷാ അല്ലാഹ് വരും നാളിൽ അടുത്ത ആഴ്ച ഖുതുബയിൽ നമുക്ക് കൂടുതൽ വിശദമായി ആ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ മാത്രം ആശ്രയിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്ന തികഞ്ഞ മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ തൗഹീദ് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട ചെറിയൊരു പണി നടക്കുന്നുണ്ട്. അതിൻ്റെ പിരിവാണ് ഇന്ന് ഇവിടെ ഉള്ളത്. നിങ്ങളാൽ കഴിയുന്ന സഹായം എല്ലാവരും ചെയ്തു കൊടുക്കുക. മദ്രസക്ക് കൊടുക്കുന്ന ഓരോ പൈസയും ജാരിയായ സദഖയിലാണ് എന്ന് നാം തിരിച്ചറിയുക. പരമാവധി സഹായം എല്ലാവരും ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു സഹോദരൻ വളരെ
അത്യാവശ്യമായ എമർജൻസിയായ സർജറിക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണമായ സൗഖ്യം നൽകുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ നമ്മളിലേക്ക് തിരിച്ചു വരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. നാഥ, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മാപ്പ് നൽകുകയും സംരക്ഷണം നൽകുകയും ചെയ്യണം റബ്ബേ. ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ സംശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. മരണം വരെ മുവഹിദുകളായി ജീവിപ്പിക്കുകയും മരണത്തിൻ്റെ സമയത്ത് മുവഹിദുകളായി മരിപ്പിക്കുകയും ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദിയൽ ഹജാത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.